ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗൂസ്ബെറി അല്ലെങ്കിൽ ആംല, ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് പറയാനുള്ളത്, ആംല ഒരുപാട് വിറ്റമിൻ സി ഉള്ള ഹൈ സോഴ്സ് ആയിട്ടുള്ളതാണ് കമ്പയർഡ് ടു അതേഴ്സ്. അതായത് ഓറഞ്ചിനെ കമ്പയർ ചെയ്താൽ, ഇല്ലെങ്കിൽ വേറെ സിട്രസ് ഫ്രൂട്ട്സിന്, ലെമണ്, ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതിൽ ഒരുപാട് സോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ചോറിൻ്റെ കൂടെ കഴിക്കാം, ഒരു സൈഡായിട്ട് പിക്കിൾ പോലെ കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ കറി ഉണ്ടാക്കുന്നതിൽ അതിലൊരു ആംല ഇട്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെല്ലിക്ക ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അയൺ അബ്സോർബ് ആവാനും പിന്നെ വിറ്റമിൻ സി ഹൈ ഉള്ളതുകൊണ്ട് അതും ബ്ലഡിൽ അതിങ്ങനെ അബ്സോർബ് ആവാനും ഇത് സഹായിക്കും. ഇതിലൂടെ എന്താവുമെന്ന് വെച്ചാൽ നല്ല സ്കാൽപ്പിനത്തെ ഇത് ഹെയർ, മുടിക്കും സ്കിന്നിനും ഒക്കെ നല്ല ന്യൂട്രീഷൻ കിട്ടിയിട്ട് നല്ല കറുപ്പോടെ മുടി വളരാൻ ഇത് ഉപയോഗിക്കാനാവും. പിന്നെ എന്ന് പറയുന്നത്, ഇത് കാച്ചിട്ടും ഉപയോഗിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. പിന്നെ അടുത്തതായി പറയാനുള്ളത്, ഇത് ജ്യൂസായിട്ടും കഴിക്കാം. നെല്ലിക്ക പിന്നെ കുറച്ച് കറിവേപ്പില മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. അത് പിഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുടിക്കുക, ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കുടിച്ചാലും മതിയാവും. പിന്നെ ഇത് കണ്ടിന്യൂ അറ്റ്ലീസ്റ്റ് ഒരു 6 months നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ കൺട്രോളാവും, പിന്നെ താരൻ ഉണ്ടാവില്ല, പിന്നെ അകാല നര ഉണ്ടാവില്ല, പിന്നെ സ്കാൽപ്പ് ഇൻഫെക്ഷൻസും വരില്ല. അതായത് വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടും ഹെയർ, മുടി ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ കൺകോക്ഷനായിട്ടും ഇത് ഉപയോഗിക്കാം. അതായത് തിളച്ച വെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക. ഞങ്ങൾ ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളപ്പിക്കില്ല, കുറച്ച് വെള്ളം എടുത്തിട്ട് പാത്രത്തിൽ തിളപ്പിക്കുക. അതിൽ ചെറുതായിട്ട് ആംല കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് എക്സ്ട്രാക്റ്റ് ആവുന്നവരെ, അതായത് 1 ഗ്ലാസ് എടുത്ത വെള്ളം നിങ്ങൾ 1/2 ഗ്ലാസ് ആവണം ആ വെള്ളം എന്ന് പറയുന്നത്, അതും വരെ ബോയിൽ ചെയ്യാൻ വിടണം. സിമ്മായിട്ട് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് അത് അബ്സോർവ് ആവും. അപ്പോൾ ചായ, കാപ്പിയുടെ പകരം ഇത് കാലി വയറ്റിലും കുടിക്കാം. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നല്ല ഞങ്ങൾ കഴിച്ച ഭക്ഷണവും നന്നായി അബ്സോർബ് ആവാനും, ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിയാവാനും, ഇമ്മ്യൂണിറ്റി തരാനും ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അകത്തിലത്തെ ഒരുപാട് നമ്മൾ എടുക്കണം, മുടിക്കും സ്കിന്നിനും വേണ്ടി. അതായത് ഞങ്ങളുടെ ചർമ്മം നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി കഴിക്കണം. അതായത് ഫുഡിന് ഇത് മുടിക്കുള്ള ഫുഡ് എന്ന് കണക്കാക്കാതെ എല്ലാ ന്യൂട്രിയൻസും ബാലൻസ്ഡായിട്ട് നമ്മളുടെ ബോഡിയിൽ എത്തേണ്ടതാണ്. അയൺ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ വിറ്റമിൻ സി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഇങ്ങനെ പലതും നമ്മളുടെ വിറ്റമിൻസ്, മിനറൽസും ചേർത്ത് കഴിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പൊതുവെ ഇത് ക്ഷീണം മാറ്റാനും ഇതൊക്കെ ഒന്ന് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ആംല ജ്യൂസ് കടയിൽ കിട്ടുന്ന നല്ല ഒരു ബ്രാൻഡായിട്ടുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. വീക്ക്ലി വൺസ് ഇല്ലെങ്കിൽ മന്ത്ലി വൺസ്, അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 6 months കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 21 days ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ടാൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക റെഗുലറായിട്ട്.
അപ്പോൾ ഞങ്ങൾക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തിയും നന്നായി വയ്ക്കാനും ഇത് ഹെൽപ്ഫുള്ളാണ്. കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് മെല്ലെ അത് സോൾവ് ചെയ്യാനും നമുക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം റെഗുലറായിട്ട് എണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ പിന്നെ ഇത് അതെ ഞാൻ പറഞ്ഞ പോലെ കോൺകോക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു ചമ്മന്തി പോലെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കൂട്ടാനുമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നന്നായി ഇത് അബ്സോർവ് ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസും നന്നായി ഹെൽത്തി ആയിട്ടിരിക്കും ഉള്ളിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഉള്ളിൽ നിന്ന് ഹെൽത്തി ആയിട്ടിരുന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളെ നന്നായി നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ അടുത്തതായി പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട്. എന്നാലേ എനിക്കറിയും എന്തൊക്കെ ഓഡിയൻസിൽ കറക്റ്റായി എത്തുന്നുണ്ടോ, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ദയവായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതാണ്. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് യൂസ്ഫുൾ കണ്ടൻറ്റ്സ് നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയ വ്യൂവേഴ്സിനും എൻ്റെ ചാനലിൽ സ്വാഗതം. അപ്പോൾ പഴയ വ്യൂവേഴ്സിനും എല്ലാം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.